യാഥാർത്ഥ്യമാണ് എന്ന മട്ടിലാണ്. കാരണം വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചതിന് തുല്യമായ നിലയിലാണ് പ്രധാനമന്ത്രിയും BJP-യും ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. കാള വെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് പോലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന ഉടൻ കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി 100 പരിപാടികൾ ചർച്ച ചെയ്തത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ടെങ്കിൽ അത് നൽകാനാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരിക്കും ആ പഴഞ്ചൊല്ലല്ലാതെ മറ്റൊരു കാര്യം ഇത് കാണുമ്പോൾ ഓർക്കാനാവില്ല. കാരണം വോട്ടെണ്ണൽ കഴിയുന്നതുവരെ 4-ന് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ തെരഞ്ഞെടുപ്പ് ചട്ടം രാജ്യത്ത് ആകെ നിലവിലുണ്ട്. ആ സമയത്ത് ഒരു കാവൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ ഇത്തരത്തിൽ ഒരു നീക്കം നടത്താൻ പാടില്ല. അപ്പോൾ ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന മട്ടിലാണ്. കാരണം വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചതിന് തുല്യമായ നിലയിലാണ് പ്രധാനമന്ത്രിയും BJP-യും ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. ഇതിനിടയിൽ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജില്ലാ റിട്ടേണിംഗ് ഓഫീസർമാരായ കളക്ടർമാരെ നേരിട്ട് ടെലിഫോണിൽ വിളിച്ചതായി ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടുണ്ട്. അമിത്ഷാ സ്ഥാനാർത്ഥിയായ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആഭ്യന്തരമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഒന്നും അധികാരമില്ല. ആ സമയത്ത് അങ്ങനെ റിട്ടേണിംഗ് ഓഫീസർമാരെ, ജില്ലാ ഭരണാധികാരികളെ നേരിട്ട് ടെലിഫോണിൽ വിളിക്കാനുള്ള അധികാരം ഇവർക്കില്ല. അപ്പോൾ എന്തിനാണ് അത്തരത്തിൽ വിളിച്ചത് എന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയും അതുപോലെ തന്നെ ജയറാം രമേശും ചോദിച്ചിട്ടുണ്ട്. ജയറാം രമേശ് ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ടെങ്കിൽ അത് നൽകാനാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈകുന്നേരം ഇന്ത്യ മുന്നണി നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷനെ കണ്ട് വോട്ടെണ്ണൽ നിഷ്പക്ഷമാക്കണം, കൃത്രിമങ്ങൾ നടക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിഷ്പക്ഷമായ ഒരു തിരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിൽ അവിശ്വസനീയമായ ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ അത് ശരിവെച്ചുകൊണ്ട് ഭരണകക്ഷി, നിലവിലുള്ള സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് കൂടുതൽ സംശയങ്ങൾക്കാണ് വഴിവെക്കുന്നത്.